ഡ്രൈനേജിന്റെ ട്യൂബൊക്കെ ഇളക്കിയിട്ടുള്ളത്. അപ്പോഴാണ് കൈയൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. അങ്ങനെ ഈ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്തുകൊണ്ട് രണ്ട് സ്ഥലത്തുനിന്നും വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ട്യൂബ് ഉണ്ടാവും, അവിടെ ഒരു ബോക്സ് പോലെ ഉണ്ടാവും. അപ്പൊ നമ്മളത് ഡെയിലി എടുത്തിട്ട് എത്ര അളവ് അതിൽ ഒരു വെള്ളം പോലെ ഒരു ഇത് വരും, അത് എത്ര അളവ് വരുന്നുണ്ടെന്ന് ഡെയിലി എഴുതി വെക്കണം. പിന്നെ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ 1-2 ദിവസം കൂടുമ്പോൾ അവിടെ പോയിട്ട് അത് ക്ലീൻ ചെയ്ത് ഇതാക്കണം. ഇല്ലെങ്കിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് നേരെ വരില്ലല്ലോ. അങ്ങനെ ഇത്രയും ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. സർജറി കഴിഞ്ഞിട്ടും ഒരു ദിവസമാണ് അവിടെ അഡ്മിറ്റ് ആക്കിയത്. കാരണം അവിടെ അത്രയും പേഷ്യൻസ് ആണ്, സർജറിക്ക് വരുന്നവര്, സർജറി കഴിഞ്ഞവര്, നല്ല സീരിയസ് ആയിട്ടുള്ളവർ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അപ്പൊ നമ്മളോട് ഇവിടെ തൊട്ടടുത്ത് താമസിച്ചാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നാട്ടിലേക്കൊന്നും പോകരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റുന്ന സ്ഥലത്ത് ആണ്. ഇപ്പൊ ഇവിടെ ഫുള്ള് സ്റ്റാപ്ലർ അടിച്ച് വെച്ചേക്ക് മേത്ത് മൊത്തം. പിന്നെ വയറിലും ഉണ്ട് സ്റ്റാപ്ലർ. സ്റ്റിച്ച് ഇതുവരെ എടുത്തിട്ടില്ല, ഇന്നാണ് ഇപ്പോൾ ട്യൂബ് എടുത്തത്.